ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെ റെയറായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ലകൾ ആണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ അഡീനിയത്തിൻ്റെ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ കോംബോ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈ 5 പ്ലാന്റ്സിനും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് 1000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള 5 ഡിഫറെൻറ്റ് കളേഴ്സ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ അഡീനിയത്തിൻ്റെ കോംബോ ഒക്കെ നമ്മൾ വരുന്നുണ്ട്. നമ്മൾ ഈ ബൊഗെയിൻവില്ല പ്ലാന്റ്സ് ഒന്ന് ഏകദേശം ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ അടിപൊളി അഡീനിയൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ പുതിയ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് നമുക്ക് ഉടനെ തന്നെ സ്റ്റോക്ക് എത്തുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇനി പുതിയ പുതിയ സ്റ്റോക്കുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച നല്ല അടിപൊളി അഗ്ലോണിമ പ്ലാന്റ്സ് സെയിലിനായിട്ട് എത്തുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോക്കിലുണ്ടായിരുന്ന പ്ലാന്റാണ്. അപ്പോൾ ബൊഗെയിൻവില്ല നമ്മൾ കൊണ്ടുവച്ചിട്ട് അടുത്ത സീസണിൽ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ലേറ്റസ്റ്റായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് വീക്കിൽ ഇറക്കിയതാണ്. അപ്പോൾ അത് ഇലകളൊക്കെ കൊഴിയോ എന്താ അതിൻ്റെ അവസ്ഥ നോക്കിയിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം കുറേ പ്ലാന്റ്സൊക്കെ ഇലകളൊന്നും പോവാതെ ഹെൽത്തി ആയിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ അതും കൂടി കുറച്ച് സെയിൽ ചെയ്യാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സ്ഥലമില്ല. മഴ കണ്ടമാനം നനഞ്ഞിട്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ നമുക്ക് തന്നെ നാശം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ കൊള്ളാതെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചെടികൾ സേഫായിട്ട് ഹൈബ്രിഡ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെക്കാൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം നമ്മൾ അത്യാവശ്യം നല്ല റെയറായിട്ടുള്ള പ്ലാന്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെസ്റ്റ് ഓഫർ പ്രൈസിന് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പിടിച്ചു നിന്ന പ്ലാന്റ്സ് ആയിരുന്നേ. അപ്പോൾ ഇവ കണ്ടിന്യൂസ് മഴ, ടെറസിൻ്റെ മുകളിലാണെങ്കിൽ സൈഡിൽ നിന്ന് മഴ വീണിട്ട് അവരൊക്കെ ഞാനിന്ന് നോക്കിയപ്പോൾ നാശമായിപ്പോയി. അപ്പോൾ വിചാരിച്ചു ഇനി ഇത് വെച്ചുകൊണ്ടെന്നാൽ ശരിയാവില്ല. ഈ പ്രാവശ്യം ലാസ്റ്റ് വീക്കിൽ വന്ന ലോഡിലെയും നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി മിസ് ഹോളണ്ട് സ്പോട്ടഡ് പോലെയുള്ള ചൈനീസ് ബ്ലൂബെറി ഐസ് പോലെയുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്തുനിന്നൊക്കെ കുറച്ച് വീതം സെയിൽ ചെയ്തിട്ട് നമുക്ക് വെക്കാൻ സ്ഥലമുള്ളത് മാത്രം നമ്മളിവിടെ വെക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഹൈ പ്രൈസാണെന്ന്, ഏറ്റവും ബെസ്റ്റ് ഓഫറിനാണ് കേട്ടോ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ നിങ്ങൾ തരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഒറിജിനൽ വിയറ്റ്നാം മിക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. നമുക്ക് സെല്ലർ തരുന്ന ഐഡിയ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വിയറ്റ്നാം മിക്സ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്നു. പിന്നീടാണ് അറിയുന്നത് പല എക്സ്പേർട്ടുകളും മറ്റാണ് അത് ഒറിജിനൽ വിയറ്റ്നാം മിക്സ് അല്ലായിരുന്നു എന്ന് നമ്മൾ പിന്നീട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു കേട്ടോ. ഇതാണ് ഇപ്പോൾ ഒറിജിനൽ വിയറ്റ്നാം മിക്സ് എന്ന് പറയുന്ന പ്ലാന്റ്. നിറയെ സ്പോട്ടൊക്കെ വരും, ഒരു പ്രത്യേക ഭംഗിയുള്ള കളറാണ്. പെറ്റലും അതിൻ്റെ അകത്തുള്ള മുകുളങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ജസ്റ്റ് അവർ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ 5 പ്ലാന്റ് അവൈലബിൾ ആണ്. പക്ഷേ 2 മാത്രമേ ഫ്ലവർ ആയിട്ടുള്ളൂ. നല്ല ഭംഗിയുള്ള അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. 750 രൂപയാണ് ഈ വിയറ്റ്നാം മിക്സിൻ്റെ റേറ്റ് വരുന്നത്. 2 പ്ലാന്റ് മാത്രമേ നമുക്കിന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വിയറ്റ്നാം മിക്സിൻ്റെ റെഫറൻസ് പിക്ക് നമ്മൾ കൂടെ ഇടുന്നുണ്ട്. ഫ്ലവറിന് ക്ലാരിറ്റി കുറവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ മറ്റൊരു പ്ലാന്റാണ് ബ്രിസാർഡിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റാണിത്. നമ്മളിത് പുറത്തുനിന്ന് ഇറക്കി കമ്പോട് കൂടി വന്ന പ്ലാന്റാണ്. നമ്മുടെ പരിചരണം കൊണ്ട് ഇത് ഇത്രയും ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ മഴ കൊള്ളാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഴക്കാലത്തും ബൊഗെയിൻവില്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. മഴ നനയരുത് എന്ന് മാത്രം. ഈ ഒരു പ്ലാന്റിന് 750 രൂപയാണ് ബെസ്റ്റ് പ്രൈസാണ്. ഞാൻ ഇതുവരെ വിറ്റതൊക്കെ 1000-ന് മുകളിലായിരുന്നു. ഇത് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ഇറക്കിയത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഇതുപോലത്തെ 2 പ്ലാന്റ് നമുക്കിടയിൽ അവൈലബിൾ ഉള്ളൂ. നമ്മൾ 5 പ്ലാന്റ്സാണ് നമുക്ക് കിട്ടിയുള്ളൂ. അതിൽ 3 പ്ലാന്റ് എൻ്റെ കയ്യിൽ നിന്ന് മഴ നനഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്ലാന്റേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. ബ്രിസാർഡ് നിങ്ങൾക്കറിയാം, ബൊഗെയിൻവില്ല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള അത്ര ഭംഗിയുള്ള പൂക്കളിങ്ങനെ നിറഞ്ഞ പൂത്തുലഞ്ഞ് നിൽക്കുന്നൊരു പ്ലാന്റാണ് ബ്രിസാർഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റിന് 750 രൂപയാണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റാണ്. നിങ്ങൾക്ക് മഴയത്ത് ഗ്രാഫ്റ്റഡ് വെച്ചു എന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. റൂട്ടഡ് പ്ലാന്റാണ് നമ്മൾ മഴയത്ത് സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഗ്രാഫ്റ്റഡ് എത്ര മഴ നനഞ്ഞാലും ഒരു കംപ്ലൈൻറ്റും വരില്ല. റൂട്ടഡ് പ്ലാന്റ്സ് ആണ് മഴയത്ത് വെച്ചാൽ ലീഫൊക്കെ പൊഴിഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ മഴയാണല്ലോ, സീസൺ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. നമുക്ക് സൂക്ഷിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ
നമുക്ക് മഴക്കാലത്ത് വാങ്ങി നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് പ്രൂണൊക്കെ സോഫ്റ്റ് പ്രൂണൊക്കെ ചെയ്ത് നിർത്തുകയാണെങ്കിൽ സീസൺ തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് തീരുന്നവരെ പൂക്കൾ കിട്ടും കേട്ടോ. ഇനി നമ്മൾ മിസ്സിവ ഗ്രീൻ ഓൾറെഡി വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഒരുപാട് പ്ലാന്റ് സെയിലായി എങ്കിലും കുറച്ചുകൂടി സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ. മിസ്സിവ ഗ്രീൻ്റെ പൂക്കൾ നല്ല സൂപ്പർ പൂക്കളാണ്. പർപ്പിളും വയലറ്റും വൈറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കേട്ടോ. ഇനി നമുക്കുള്ളതാണ് ലിപ്സ്റ്റിക്ക്. വലിയ പ്ലാന്റാണത് കേട്ടോ. ഇതാണ് ചിത്ര ക്രീം കേട്ടോ. സോറി, ലിപ്സ്റ്റിക് അല്ല, ചിത്ര ക്രീമിൻ്റെ പ്ലാന്റാണ്. 280 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ചിത്ര ക്രീം വലിയ പ്ലാന്റാണ് കേട്ടോ. നമുക്ക് പെറ്റ് സർവീസ് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും പ്ലാന്റ്. പെറ്റ് സർവീസ് വഴി പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് പ്ലാന്റ്സ് നമ്മൾ എത്തിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ചിത്ര ക്രീമിൻ്റെ ഈ ഒരു പ്ലാന്റ് സൈസിൻ്റെ പ്രൈസ് വരുന്നത് 280 രൂപയാണ് കേട്ടോ. ഇനി വരുന്നത് ഡക്ക് ഫീറ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ്. ഡക്ക് ഫീറ്റ് ലിപ്സ്റ്റിക്ക് വൈറ്റും പിങ്കും പൂ വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമുക്ക് നോർമൽ ഡക്ക് ഫീറ്റ് ഉണ്ട്. ഇത് വെറൈറ്റിയാണ്. ഡക്ക് ഫീറ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ പ്ലാന്റ്. ഇതിൻ്റെ റെഫറൻസ് പിക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 350 രൂപയുള്ള നല്ല സൂപ്പർ പ്ലാന്റാണ് കേട്ടോ ഡക്ക് ഫീറ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് വരുന്നത്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റീനയുടെ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ 400 രൂപയ്ക്ക് നല്ല സൂപ്പർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഒരു പ്ലാന്റാണ് റെയിൻബോ യെല്ലോ എന്ന് പറയുന്നത്. പുതിയ വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. യെല്ലോ റെയിൻബോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ. നമുക്ക് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് കവർ സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 500 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്. റെയിൻബോ യെല്ലോ എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് സ്റ്റോക്ക് ലിമിറ്റഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. റെയിൻബോ യെല്ലോയുടെ നല്ല സൂപ്പർ പ്ലാന്റാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ താഴത്തേക്ക് വളർന്നിറങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. പ്ലാന്റ് സൈസ് കണ്ടുവല്ലോ അല്ലേ. ഇത് പൊട്ട് മാറി ഫ്ലവറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിന് റേറ്റ് മാറും കേട്ടോ. കാരണം നമ്മളിതിപ്പോൾ റെഡി ടു സെയിൽ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഇത് വിൽക്കുന്നതാണ്. ഇത് പൊട്ട് മാറ്റി വളർത്തി വലുതാക്കി നമുക്ക് അത്യാവശ്യം നല്ല റെയറായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. ഇനി അടുത്തൊരു സൂപ്പർ പ്ലാന്റാണ് മിസ് ഹോളണ്ട് സ്പോട്ടഡ് എന്ന് പറയുന്ന പ്ലാന്റ്. മിസ് ഹോളണ്ട് സ്പോട്ടഡ് അത്യാവശ്യം ഞാൻ തന്നെ ഈ സീസണിൽ വാങ്ങി സെയിൽ ചെയ്തിരിക്കുന്നത് നല്ല റേറ്റിനാണ്. 1000-ന് മുകളിലും 1000-നും 2000-നും ഇടയിൽ റേറ്റിനാണ് നമ്മൾ. പക്ഷേ ഈ സൈസല്ല കേട്ടോ, ചട്ടിയിലുള്ള ചെടിയാണ്, 8 ഇഞ്ച് ചട്ടിയിലുള്ള ചെടിയാണ്. എങ്കിലും നമ്മൾ ഈ ചെടി അത്രയ്ക്കും റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മിസ് ഹോളണ്ട് സ്പോട്ടഡിൻ്റെ പ്ലാന്റൊക്കെ നല്ല അടിപൊളി പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന മറ്റൊരു പ്ലാന്റാണ് ബ്ലൂബെറി ഐസ്. ബ്ലൂബെറി ഐസ് 2-3 ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് ലോക്കലായിട്ടുള്ള ബ്ലൂബെറി ഐസ് ഉണ്ട്. വലിയ ഇലകളും വലിയ പൂക്കളോടും കൂടിയ പ്ലാന്റ്. അതിൽ 250-300 റേറ്റ് ഉള്ളൂ. ഇതാണ് ഒറിജിനൽ ചൈനീസ് ബ്ലൂബെറി ഐസ് എന്ന് പറയുന്ന പ്ലാന്റ്. കുഞ്ഞിലകളും ഡാർക്ക് പർപ്പിൾ ഫ്ലവേഴ്സും തീരെ മുള്ളില്ലാത്ത ചെടിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റെയറായിട്ടുള്ള പ്ലാന്റാണ്. നമ്മളിത് ബെസ്റ്റ് ഓഫറായിട്ട് 350 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത്ര ചെറിയ കമ്പനിയാണ് 380 എന്ന്. അല്ല, അതെ, ഈ ഒരു ചെടിക്കാണ് 350. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഇത് ചട്ടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ നേഴ്സറിയിൽ നിന്ന് വാങ്ങി പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് 1200-300 ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടിയിരുന്ന പ്ലാന്റ് തന്നെ. അപ്പോൾ വലിയ പ്ലാന്റാണ് കേട്ടോ. പക്ഷേ ആ ഒരു പ്ലാന്റ് നമ്മൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. കുറച്ച് വിറ്റിട്ട് ബാക്കി നമ്മൾ പോട്ടിലേക്ക് മാറ്റാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പോട്ടിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇട്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചുതരാം. 350 എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൈസാണ്. 350 രൂപയ്ക്ക് ചൈനീസ് ബ്ലൂബെറി ഐസ് ഒരിക്കലും നമുക്ക് വലുതായ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള പ്ലാന്റും പ്രൈസുമാണ് കേട്ടോ. ഇനി നമ്മൾ കാണിക്കുന്നത് ജയ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പുറത്തുനിന്ന് ലാസ്റ്റ് വീക്ക് വന്ന പ്ലാന്റാണ്. അതിൽ ഒരുപാട് ഇതൊക്കെ അങ്ങനെ വന്നാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇലകൾക്കൊന്നും ഒരു നാശം വന്നില്ല. പക്ഷേ ജയയുടെയൊക്കെ ലീഫ് പോയി. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ജയയും നല്ല റേറ്റുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പാണ് കേട്ടോ. സ്റ്റെമ്മ് തന്നെയാണ്. നമുക്കിപ്പോൾ പുതിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജയ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കവർ സൈസിൽ തന്നെയാണ് അയച്ചു തരുന്നത്. കവർ കട്ട് ചെയ്ത് താഴെ വെച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ജയയുടെ പ്ലാന്റും. അപ്പോൾ നിങ്ങൾക്ക് ജയയുടെ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജയ വെറൈറ്റീസും റയർ തന്നെയാണ്. നമ്മുടെ കയ്യിൽ 10-20 പ്ലാന്റ് ഉണ്ട്. സെയിലാകുന്നതായിട്ട് ബാക്കി നമുക്ക് പോട്ട് ചെയ്യാൻ ഓർത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.